നമസ്കാരം. വയനാട് ദുരന്തമുണ്ടായ അന്നു മുതൽ സുരേഷ് ഗോപിയെ വയനാട്ടിൽ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കൈരളി ഉൾപ്പെടെയുള്ള ഇടത് വലതുപക്ഷ ചാനലുകളെല്ലാം സുരേഷ് ഗോപിയെ തിരക്കി നടപ്പാണ്. സുരേഷ് ഗോപി വയനാട് വന്നില്ലെങ്കിലും അദ്ദേഹം എല്ലാ കാര്യത്തിലും മേൽനോട്ടം വഹിക്കുന്നുണ്ടായിരുന്നു അങ്ങ് ഡൽഹിയിൽ ഇരുന്ന്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഓരോ മണിക്കൂറത്തെ വിവരങ്ങളും കൃത്യമായി തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഓൺ ദ സ്പോട്ടിൽ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിയ ആർമിക്കും ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തന സംഘത്തിനും എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്നുണ്ട്. കൂടുതൽ ഫോഴ്സ് വേണമെങ്കിൽ സുരേഷ് ഗോപി തന്നെ റെഡിയാക്കുന്നുണ്ട്. ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും അദ്ദേഹത്തിന്റെ കഴിവിൽ പരമാവധി അദ്ദേഹം ചെയ്തു നൽകുന്നുണ്ട്. കൂടാതെ അതിനുവേണ്ട എല്ലാ നിർദ്ദേശങ്ങളും വിവിധ മന്ത്രാലയങ്ങൾക്കും വിവിധ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി പനി ബാധിച്ച് ഡൽഹിയിൽ ചികിത്സയിലായിരുന്നു സുരേഷ് ഗോപി. ഇന്നലെ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പാർലമെന്റിൽ എത്തിയതായിരുന്നു സുരേഷ് ഗോപി. അസുഖമില്ലാത്ത അവസ്ഥയിലും ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ NDRFനെ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ കേരളത്തിലെത്തിക്കാൻ മുൻകൈയെടുത്തത് സുരേഷ് ഗോപിയാണ്. സ്ഥലം MP-യും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇന്നലെയല്ലേ ദുരിതഭൂമിയിലേക്ക് എത്തിയത്? സുരേഷ് ഗോപിയുടെ അഭാവത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാവിലെ തന്നെ സ്ഥലത്തെത്തി NDRF, ആർമി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ ഏകോപിപ്പിക്കുന്നുണ്ടായിരുന്നു ജോർജ് കുര്യൻ. കുറച്ചു ദിവസം മുന്നേ മീഡിയ 1 ചാനൽ റിപ്പോർട്ടർ കാണിച്ച ഒരു കോപ്രായത്തിന് 2 ദിവസമാണ് കക്ഷി ഏറിൽ നിന്നത്. അവസാനം ലേലു അല്ലു എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിനു ശേഷമാണ് പ്രശ്നമൊന്ന് തണുത്തത്. ഇപ്പോഴത്തെ പ്രധാന വിഷയം, നിലവിൽ ഇവിടെ ഒരു കുത്തിത്തിരിപ്പുമായി CPM-ന്റെ പാർട്ടി ചാനലായ കൈരളി ചാനൽ തന്നെ രംഗത്തെത്തിയിരുന്നു. അത് ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു സംഭവം. കൈരളി ചാനലിന്റെ റിപ്പോർട്ടർ ചോദിച്ചത് ദേശീയ ദുരന്തമാകുമോ ഈ സംഭവം, അതായത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ കേന്ദ്ര സർക്കാർ എന്നാണ് പുള്ളിക്കാരൻ ചോദിച്ചത്. കേന്ദ്രം പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഒക്കെ നൽകുമോ എന്ന് പാർട്ടി ആസ്ഥാനത്ത് നിന്ന് പഠിപ്പിച്ചു വിട്ടതുപോലെയാണ് ഇന്ന് ചോദ്യം. വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്ന് ഇത്രയും ദിവസമായിട്ടും തമിഴ്നാടും പല വ്യക്തികളും സ്ഥാപനങ്ങളും എല്ലാം നമ്മുടെ സംസ്ഥാന സർക്കാരിന് ധനസഹായം നൽകിയപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ 1 രൂപയുടെ ധനസഹായം പോലും മരിച്ചവർക്കോ പരിക്കേറ്റവർക്കോ വീട് നഷ്ടപ്പെട്ടവർക്കോ നൽകിയിട്ടില്ല എന്നത് ആലോചിക്കേണ്ട കാര്യമാണ്. ദുരന്തത്തിന്റെ വ്യാപ്തിയും ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കിയ സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ സഹായത്തെക്കുറിച്ച് ആലോചിക്കുമെന്ന് സുരേഷ് ഗോപി ഒരു മറുപടി അങ്ങ് കൊടുത്തു. ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യത്തിന് അങ്ങനെയൊരു സാധ്യത ഉണ്ടോ എന്ന് സുരേഷ് ഗോപി തന്നെ ചോദിക്കുന്നുണ്ട്. ആദ്യം അതിന്റെ നിയമങ്ങളൊക്കെ പഠിക്കുക എന്ന് മാധ്യമപ്രവർത്തകനോട് തന്നെ പറയുന്നുണ്ട്. മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിൽ കുത്തിത്തിരിപ്പുണ്ടെന്നും ജനങ്ങൾക്ക് എത്തേണ്ട സമയത്ത് എത്തേണ്ടിടത്ത് എത്തുമെന്ന് സുരേഷ് ഗോപി തന്നെ വ്യക്തമായി പ്രതികരണം നൽകിയിട്ടുണ്ട്. ഇതിനുള്ള സഹായം നൽകുന്നതിന് ഇനി എങ്ങനെയൊക്കെ രീതിയിലാകും എന്നാണ് ഇനി കാണേണ്ടത്. അതായത് ഇപ്പോൾ മുഖ്യം കേന്ദ്രത്തിൽ നിന്ന് സഹായം നൽകണമെന്നല്ല, കേന്ദ്രത്തിൽ നിന്ന് സഹായം നൽകേണ്ട സമയമായിട്ടില്ല. ദുരന്തത്തിന്റെ വ്യാപ്തിയും ബാക്കി കാര്യങ്ങളുമൊക്കെ പഠിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കി സ്റ്റേറ്റ് ആദ്യം കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം ധനസഹായത്തെ പറ്റി. അതായത് കേന്ദ്രത്തിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം എന്തായാലും വയനാട്ടിന്റെ ഒരു നവ വയനാട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക പാക്കേജ് എന്തായാലും കേന്ദ്രം പ്രഖ്യാപിക്കും. അത് ഈ രക്ഷാപ്രവർത്തനമെല്ലാം കഴിഞ്ഞതിന് ശേഷം കൂടിയാലോചന നടത്തി അവരുടെ മന്ത്രിസഭാ യോഗങ്ങളെല്ലാം കൂടിയതിന് ശേഷമേ ഒരു പ്രധാനമന്ത്രി ഒരു നിർണായകമായ നീക്കം എടുക്കുകയുള്ളൂ. ആദ്യം സംസ്ഥാന സർക്കാരാണ് ഒരു പാക്കേജ് പ്രഖ്യാപിക്കേണ്ടത്. അല്ലാതെ കേന്ദ്രത്തിന് വേണ്ടി കേന്ദ്രം പൈസ തരുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ല. ഇപ്പൊ തന്നെ പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വയനാട്ടിലേക്ക് സന്നദ്ധ പ്രവർത്തകർ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് നിർത്തി പൈസ അക്കൗണ്ടിലേക്ക് ഇട്ടു തരിക, മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരിക എന്ന് പിണറായി വിജയൻ പറയുന്നുണ്ട്. ആദ്യം അവിടെ ഇപ്പോൾ അവർക്ക് ആവശ്യമുള്ള പ്രധാന സാധനങ്ങളുണ്ട്, മെഡിസിൻ ഉൾപ്പെടെയുള്ള ഡ്രസ്സുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ആവശ്യമുണ്ട്. അതാദ്യം എത്തിയതിനു ശേഷം ജനങ്ങൾ തന്നെ ഒരു തീരുമാനമെടുത്ത് അത് സേവാഭാരതിയെ ഏൽപ്പിക്കണോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിലേക്ക് CMDRF ഫണ്ടിലേക്ക് ഇട്ടു തരണമോ എന്ന് ജനങ്ങൾ ആലോചിക്കും. കാരണം 2018 ആടുകൾ വിറ്റും കുടുക്ക പൊട്ടിച്ചും കയ്യിൽ വെച്ചിരുന്ന പൈസകളെല്ലാം സ്വരുക്കൂട്ടി കേരളം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വിട്ടു തന്നതാണ്. അന്നൊക്കെ നിങ്ങളുടെ CPM പ്രവർത്തകർ ആ പണം അടിച്ചു മാറ്റിയതിന്റെ ഫയലുകളെല്ലാം വിജിലൻസിന്റെ കയ്യിലുണ്ട്. അത് ഞാനായിട്ട് ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നില്ല. അത് ജനങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അവർ ഒന്ന് വ്യക്തമായി കൂടി ആലോചിച്ചതിന് ശേഷം സംസ്ഥാന സർക്കാരിന് ധനസഹായം നേരിട്ട് നൽകണോ അതോ കേന്ദ്രം വഴി നൽകണോ അതോ നേരിട്ട് ജനങ്ങൾ തന്നെ നേരിട്ട് വയനാട് എത്തി
ആവശ്യപ്പെട്ടവർക്ക് നൽകണോ എന്നൊക്കെ ജനങ്ങളായിരിക്കും ഇനി തീരുമാനിക്കുക. അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്.